ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എഡ്യൂ ടിപ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷയുടെ തിയറി. ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാൻ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം പഠിക്കാം. അപ്പോൾ ഈ ഒരു തിയറി നമ്മൾ K3 പഠിച്ച സംഭവം തന്നെയാണ്. പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി തന്നെയാണ്. അതിൻ്റെ കൂടെ 1-2 കാര്യം കൂടെ എക്സ്ട്രാ പഠിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം. നമുക്കറിയാം മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത് ആരാണ്? ജീൻ പിയാഷെയാണ്. ഇദ്ദേഹം ഒരു സ്വിസ് ബയോളജിസ്റ്റ് ആണ് കേട്ടോ. ഹിസ് അപ്രോച്ച് ഈസ് നോൺ ആസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അറിയപ്പെടുന്നത്. Then, according to Piaget, the development of human intellectual abilities take place as a result of the organization of reorganization of certain pattern of behavior called schema. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം the development of human intellectual abilitiesൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് certain pattern of behavior patterns, സ്കീമ എന്നറിയപ്പെടുന്ന certain patterns of behaviorൻ്റെ ഓർഗനൈസേഷനും റീഓർഗനൈസേഷൻ്റെയും റിസൾട്ടായിട്ടാണ് ഒരു വ്യക്തിയിൽ ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. അക്കോർഡിംഗ് ടു പിയാഷെ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ടേക്സ് പ്ലേസ്. ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എല്ലാം ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ എപ്പോൾ നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ റിസൾട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് certain patterns of behavior called schema. സ്കീമയുടെ ഓർഗനൈസേഷനും റീഓർഗനൈസേഷൻ്റെയും റിസൾട്ടായിട്ടാണ് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് എല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ കൺസെപ്റ്റാണ് സ്കീമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ സ്കീമ കോൺസ്റ്റിറ്റ്യൂട്ട് ദി സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. അതിന് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നാണ് അറിയപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പറയാം. അപ്പോൾ ഈ ഒരു പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദീസ് സ്ട്രക്ചറൽ യൂണിറ്റ്സ്, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ സ്ട്രക്ചർ നമ്മൾ സ്കീമ എന്നാണല്ലോ പറയുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഓർഗനൈസേഷനും റീഓർഗനൈസേഷനും എല്ലാം നടക്കുന്നത് ത്രൂ ഡിഫറെൻറ്റ് 3 ആക്ടിവിറ്റീസ്, 3 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെയാണ് ഈ ഓർഗനൈസേഷനും റീഓർഗനൈസേഷനും എല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ 3 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമിലേഷനും അക്കോമഡേഷനും ഇക്വിലിബ്രേഷനും ആണ് കേട്ടോ. ഓക്കെ, ദീസ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഫങ്ഷണൽ ആസ്പെക്റ്റ് ഓഫ് ദി ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് കൊഗ്നിറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ 3 പാർട്ടാക്കി നിങ്ങൾ കാണും കേട്ടോ. കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, കൊഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിന് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും ഉണ്ട്. ഈ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ വരുന്ന കാര്യമാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കീമയുടെ ഓർഗനൈസേഷനും റീഓർഗനൈസേഷനും റിസൾട്ടായിട്ടാണ് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് എല്ലാം ഡെവലപ്മെൻ്റ് എല്ലാം വരുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു 3 പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ 3 അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞ 3 ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ 4 മെയിനായിട്ട് വരുന്ന ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ സ്കീമ പറഞ്ഞു, നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡാണ് സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്ന് പറയുന്നത് പാറ്റേൺസ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ സ്കീമ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് നടക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ അസിമിലേഷൻ, അക്കോമഡേഷനും ദെൻ ഇക്വിലിബ്രേഷൻ എന്ന 3 പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അസിമിലേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ടേക്സ് പ്ലേസ് വെൻ എ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് സ്കീമ ഈസ് യൂസ്ഡ് ടു കോംപ്രഹെൻഡ് എ ന്യൂ എക്സ്പീരിയൻസ് ഇൻ ഇറ്റ്സ് ഫെമിലിയർ ഫോംസ്. അതായത് നിലവിലുള്ള അറിവ് ഉപയോഗിച്ചിട്ട് പുതിയ ഒരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ദെൻ അക്കോമഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൻ ഓൾഡ് സ്കീമ ഫോർ ലേണിംഗ് എ ന്യൂ സ്കീമ വിച്ച് ഈസ് മോർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ന്യൂ സിറ്റുവേഷൻ. അതായത് പുതിയ അറിവ് എന്താണ് അല്ലെങ്കിൽ പുതിയൊരു നോളേജില്ല, അത് നിലവിലെ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ജ്ഞാനഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു അക്കോമഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോളേജ് എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ.
ദെൻ ഇക്വിബ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ പിയാഷയുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് നടക്കുന്നത് ഈ അസിമിലേഷനും അക്കോമഡേഷനും കറക്റ്റായിട്ട് ബാലൻസ് ആയാൽ മാത്രമേ നമ്മുടെ കറക്റ്റ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് നടക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സിന് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദിസ് ഈസ് ടേംഡ് ആസ് ഇക്വിബ്രേഷൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുമല്ലോ, ആ ഒരു ബാലൻസിനെയാണ് നമ്മൾ ഇക്വിബ്രേഷൻ എന്ന് പറയും. കറക്റ്റായിട്ട് ഇക്വിബ്രേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു പുതിയൊരു സ്കീമ കറക്റ്റായിട്ട് ഫോം ആവത്തത്. ദാറ്റ് മീൻസ് പുതിയൊരു അറിവ് അവിടെ കറക്റ്റായിട്ട് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പുതിയൊരു നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞാൻ സിമ്പിളായിട്ട് അസിമിലേഷനും അക്കോമഡേഷനും ഇക്വിബ്രേഷനും നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്കത് വിചാരിക്കുക, ഒരു കുട്ടിക്ക് പ്രൈമറി കളേഴ്സ് മാത്രമേ അറിയുമെന്ന് വിചാരിക്കുക. അതായത് റെഡും ബ്ലൂവും ഗ്രീൻ, ഈ 3 എണ്ണമാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. അപ്പോൾ റെഡും ബ്ലൂവും ഗ്രീനും മാത്രം അറിയുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുട്ടി അമ്മയും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പിങ്ക് ഷർട്ട് ഇട്ട ഒരു കൊച്ചിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അമ്മ ആ കൊച്ച് വേഗം പറയാണ്, അമ്മ അതാ നോക്കി റെഡ് കളർ ഇട്ടിട്ട് ഒരു കൊച്ച് വരും, നല്ല ഭംഗീൻ്റെ ഷർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ കുട്ടിക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ? ബേസിക് ആയിട്ടുള്ള കളേഴ്സ് റെഡും ഗ്രീനും ബ്ലൂവും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇവിടെ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ വരികയാണ്. പക്ഷേ ആ കുട്ടിക്ക് പിങ്ക് എന്ന് പറയുന്ന കളർ അറിയത്തില്ല. സോ പ്രൈമറി കളേഴ്സ് മാത്രം അറിയുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുവാണ്? അവിടെ റെഡുമായിട്ടാണ് കണക്ട്. അപ്പോൾ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് കുട്ടി എന്താണ് പുതിയൊരു കളറിനെ അല്ലെങ്കിൽ പുതിയൊരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടി ഇത് എന്ത് പറയുകയാണത്? റെഡ് കളർ ഇട്ട് ഷർട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ അസിമിലേഷൻ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച്, അപ്പോൾ കുട്ടിക്ക് നിലവിലുള്ള അറിവ് എന്താണ്? കുട്ടിക്ക് റെഡ്, നമുക്കറിയാം ഇപ്പോൾ റെഡും ഗ്രീനും ബ്ലൂ അങ്ങനെ ഒരു പ്രൈമറി കളേഴ്സ് ആയിരുന്നു. കുട്ടി ഒരിക്കലും എന്തുമായിട്ട് കണക്ട് ചെയ്യില്ല, ഈ ഒരു ഗ്രീനിന് ഈ ഒരു പിങ്കുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യില്ല, കാരണം ഒരു ബന്ധവുമില്ല അല്ലേ. ഇത് നോക്കിയാൽ ബ്ലൂവും ഈ ഒരു കളറുമായിട്ട് കണക്ട് ചെയ്യുമോ? അതുമില്ല, കാരണം അതും ഇതൊന്നും ഒരു ബന്ധമില്ല. പിന്നെ എന്താണ് ഏറ്റവും കണക്ട് ചെയ്യാൻ സാധ്യത? അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? സിമിലറായിട്ട് ആ കുട്ടിക്ക് സിമിലറായിട്ട് തോന്നിയത് ഏതാണ്? ആ റെഡാണ്. അതുകൊണ്ടാണ് റെഡുമായിട്ട്. സോ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് കുട്ടി ഒരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അതാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിത് നമ്മുടെ കേറ്റിൻ്റെ തിയറിയിലും പറഞ്ഞപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത് തന്നെയാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ ഇനി അടുത്ത് നോക്കൂ, അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ. അപ്പോൾ ഒരു പുതിയ അറിവ്, അപ്പോൾ അമ്മ പറയാണ്, മക്കളെ ഇതെന്തല്ല? റെഡല്ല, ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ മൈൻഡിൽ ഒരു കളറും കൂടി വരികയാണ് അല്ലേ. എന്താണ്? പിങ്ക് എന്ന് പറയുന്ന ഒരു സ്കീമയും കൂടി കുട്ടീൻ്റെ മൈൻഡിലേക്ക് കയറുവാണ് അല്ലേ. അപ്പോൾ പുതിയൊരു അറിവ് അല്ലേ, പുതിയൊരു നോളേജ് വന്നു. അവിടെ കുട്ടിയുടെ നോളേജ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പുതിയ ആ പഴയ സ്കീമിലോട്ട് പുതിയൊരാളും കൂടി ആഡ് ആവുകയാണ്, അക്കോമഡേറ്റ് ആവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കുട്ടി കറക്റ്റായിട്ട് മനസ്സിലാക്കണം, ഓ അപ്പോൾ അതെന്തല്ല പിങ്കാണ് റെഡ് അല്ല എന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കുട്ടി മനസ്സിലാക്കുകയാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇക്വിബ്രേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് കുട്ടി, അതായത് അസിമിലേഷനും അക്കോമഡേഷനും ബാലൻസിങ് ആയാൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? കറക്റ്റായിട്ടുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റി അവിടെ നടക്കത്തുള്ളൂ. സോ അവിടെ ഇക്വിബ്രേഷൻ ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഒപ്റ്റിമം ലെവൽ ഓഫ്, നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ, ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ടേക്സ് പ്ലേസ് വെൻ ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ അസിമിലേഷനും അക്കോമഡേഷൻ, ദാറ്റ് മീൻസ് അവിടെ കുട്ടി കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കുട്ടി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയണം. അത് പിങ്കാണ് എന്നുള്ള, കാരണം കറക്റ്റ് റെഡ് അല്ല പിങ്കാണ് എന്ന് വ്യക്തമായിട്ട് കറക്റ്റ് ബാലൻസ് ആയിട്ട് കുട്ടി കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? പുതിയൊരു സ്കീം വന്നു അല്ലേ. അവിടെ കുട്ടിയുടെ മൈൻഡിൽ പിങ്ക് എന്ന് പറഞ്ഞൊരു സ്കീം വന്നു. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇക്വിബ്രേഷൻ വെച്ചാൽ കറക്റ്റ് ആ പ്രോസസ്സിങ് എന്താണ്? ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ രണ്ട് കാര്യം കറക്റ്റ് ബാലൻസ് ആക്കിയിട്ട് വ്യക്തമായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ആ ഒരു പ്രോസസ്സാണ് ഇക്വിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ പുതിയ എന്താണ് നിലവിലുള്ള ഒരു അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അസിമിലേഷൻ എങ്കിൽ, അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ പുതിയ അറിവിന് അല്ലെങ്കിൽ പുതിയൊരു നോളജിന് നിലവിലുള്ള നമ്മുടെ ആ ഒരു സ്ട്രക്ചറിൽ, നമ്മുടെ ഒരു ജ്ഞാനഘടനയിൽ വരുത്തുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഷോർട്ടായി പറയുകയാണെ, സ്കീമ എന്ന് പറയുമ്പോൾ മെൻ്റൽ ഫ്രെയിം വർക്ക്സ് ആസ് വി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നൊരു ഡെഫിനേഷൻ പഠിച്ചാലും മതി. ദെൻ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫിറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുക അല്ലേ. ഫിറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമിൽ നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ ഫിറ്റ് ചെയ്യാൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അക്കോമഡേഷൻ പുതിയൊരാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക, ദാറ്റ് മീൻസ് ചേഞ്ചിങ് സ്കീമാസ് ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷൻ. ഇക്വിബ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാലൻസിങ് ആണ്. അസിമിലേഷൻ അക്കോമഡേഷൻ പ്രോസസ്സിന് ബാലൻസിങ് ചെയ്യുക എന്നുള്ളതാണ്.
ദെൻ ഇദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു തിയറിയിൽ വരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. പിയാഷെ പ്രപ്പോസ്ഡ് 4 സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേജസ് പഠിക്കുന്നുണ്ട്. ഈച്ച് മാർക്ക്ഡ് ബൈ ഡിസ്റ്റിങ് തിങ്കിങ് പാറ്റേൺസ് പ്രോഗ്രസിങ് ഫ്രം ഇൻഫാൻസി ടു അഡോളസൻസ്. അപ്പോൾ ഇൻഫാൻസി തുടങ്ങി അഡോളസൻസ് വരെയുള്ള അവർ തിങ്കിങ് പാറ്റേൺസും മറ്റും കാര്യങ്ങളും അവരുടെ ഡെവലപ്മെൻറ്റ് എല്ലാം വരുന്ന ഒരു 4 സീക്വൻഷ്യൽ സ്റ്റേജസ് ആണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് വരുന്ന നമ്മുടെ ഒരു തിയറിയിൽ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ടു ലേണിംഗ്. പിയാഷെയുടെ എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ടു ലേണിംഗ് തന്നെയാണ്. ചിൽഡ്രൻ ആക്റ്റീവ്ലി ബിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ബൈ എക്സ്പ്ലോറിംഗ് ദർ എൻവയോൺമെൻറ്റ് ആസ് ലിറ്റിൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം കുട്ടികളെ ലിറ്റിൽ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആക്റ്റീവ്ലി ലേൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്നാണ് പിയാഷെ വിശ്വസിക്കുന്നത്. റാദർ ദാൻ പാസീവ്ലി അബ്സോർബിങ് ഇൻഫർമേഷൻ. ചുമ്മാ നമ്മൾ ഒരു സ്പൂൺ ഫീഡിങ് പോലെയല്ല, കുട്ടികൾ ആക്റ്റീവായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യണം എന്നൊരു അപ്രോച്ചാണ് ഇദ്ദേഹത്തിനുള്ളത് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞ പോലെ മെയിനായിട്ട് പോയി നമ്മുടെ സ്കീമ, മെൻ്റൽ ഫ്രെയിം വർക്ക്സ് ആണ്. ദെൻ അസിമിലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് പല ടൈപ്പിലുള്ള ഡെഫിനേഷൻസാണ് ഓരോ സ്ലൈഡിലും തന്നേക്കുന്നുണ്ട്. അപ്പോൾ സെയിം മീനിങ് എല്ലാം ഒന്ന് തന്നെയാണ്. അസിമിലേഷൻ മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമയാണ്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സ്കീം, അല്ല നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ന്യൂ വൺസ് ടു ഫിറ്റ് ന്യൂ ഇൻഫർമേഷനാണ് അക്കോമഡേഷൻ. ഇക്വിലിബ്രേഷൻ പറഞ്ഞാൽ രണ്ടിൻ്റെയും ബാലൻസിങ് ആണ്. പ്രോസസ് ഓഫ് ബാലൻസിങ് അസിമിലേഷൻ അക്കോമഡേഷൻ ടു പ്രോഗ്രസ് ത്രൂ കോഗ്നിറ്റീവ് സ്റ്റേജസ്, റിസോൾവിങ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഷിഫ്റ്റിംഗ് ടു എ ന്യൂ തോട്ട് പാറ്റേൺസ്. കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദെൻ പിയാഷെ ബന്ധപ്പെട്ട 1-2 പോയിന്റ്സും കൂടി നോക്കാം. അക്കോർഡിംഗ് ടു പിയാഷെ, സ്കീമാസ് ആർ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ്? അത് സ്കീമയാണ്. ദേ ആർ കോൺസ്റ്റൻ്റ്ലി എന്താണ്? ബീയിങ് ക്രിയേറ്റഡ്, അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മുടെ വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ കോൺസ്റ്റൻ്റ്ലി അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്കീമ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെ, വി ആർ ബോൺ വിത്ത് എ ഫ്യൂ പ്രിമിറ്റീവ് സ്കീമാസ്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്കീമാസ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം ജനിച്ചു വന്ന കൊച്ചിന് പാല് കൊടുക്കാൻ പറയാറുണ്ട്, ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ കുട്ടിക്ക് സക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ജനിക്കുമ്പോൾ തന്നെ പ്രിമിറ്റീവ് ആയിട്ട് ഉണ്ടല്ലോ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. വി ആർ ബോൺ വിത്ത് primitive schemas such as sucking, which give us means to interact with the world. These initially schemas are physical, but as the child develops, they become mental schemas. അപ്പോൾ ഇനീഷ്യലി കുട്ടികളുടെ നമുക്കറിയാം കുട്ടികൾ ജനിക്കുന്ന സമയത്തിന് പ്രിമിറ്റീവ് ആയിട്ടുള്ള സ്കീമാസ് ഉണ്ട്. പക്ഷേ അത് കൂടുതലും എന്താണ്? ഫിസിക്കലായിട്ടായിരിക്കും ഉണ്ടാകും. ഇനീഷ്യൽ സ്റ്റേജസിലെല്ലാം ആ സ്കീമാസ് എല്ലാം ഫിസിക്കലായിരിക്കും. പക്ഷേ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സമയത്ത് എന്താവും? ദേ ബിക്കം മെൻ്റൽ സ്കീമാസ് ആയിട്ട് മാറുവാണ്. ഓക്കെ ആണല്ലോ. അപ്പം ദെൻ പറഞ്ഞത് അസിമിലേഷൻ അക്കോമഡേഷനാണ് അല്ലേ. അസിമിലേഷൻ അക്കോമഡേഷൻ റിക്വയർ ആൻഡ് ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ ഈ 2 പ്രോസസ്സിലൂടെയാണ് കുട്ടി പുതിയ അറിവുകൾ ആർജിക്കുന്നത്. സോ അതൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ദൈ ഓൾസോ റിക്വയർ എന്താണ്? ഒരു ആക്റ്റീവ് ലേണറാണ്. അതുകൊണ്ട് എന്തല്ല? നോട്ട് എ പാസീവ് ഒന്നല്ല. സോ ആൻഡ് ബിക്കോസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കനോട്ട് ബി തോട്ട്, ദേ മസ്റ്റ് ബി ഡിസ്കവേർഡ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും പഠിപ്പിക്കുന്നതല്ല, അത് തന്നെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന സംഭവമാണല്ലോ. അതേ മസ്റ്റ് ബി ഡിസ്കവേർഡ് ഫ്രം ദ ചൈൽഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇദ്ദേഹത്തിന് 1-2 കണക്ട് ചെയ്ത് വരുന്ന വാക്കുകളാണ് കേട്ടോ. ദെൻ അടുത്തത് പറയുന്നത് നമ്മുടെ പിയാഷെയുടെ നമ്മൾ പറഞ്ഞു. പിയാഷെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരേണ്ടത് മൈൻഡിൽ വരേണ്ട സ്കീമയും അതുപോലെ തന്നെ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ കേട്ടോ. ദെൻ അതിനുശേഷം പിന്നെ വരുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേജസ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അക്കോർഡിംഗ് ടു പിയാഷെ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വേൾഡ് ആൻഡ് ദ പാസസ് ത്രൂ ദ സീരീസ് ഓഫ് സീക്വൻഷ്യൽ സ്റ്റേജസ്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് സീക്വൻഷ്യൽ സ്റ്റേജസിനെ കുറിച്ച് ഇതിലൂടെ കടന്നു പോകുന്നതിലൂടെ ഓരോരോ സമയത്തും എന്ത് സംഭവിക്കുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹം പറയുന്ന 4 സ്റ്റേജസ് ആണ്: സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഈ ഓരോരോ സ്റ്റേജിലും എന്തൊക്കെയാണ് വരുന്നത്, അതിൽ മെയിൻ വരുന്ന ഹൈലൈറ്റ്സ് ആണ് ഞാൻ ചാർട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാം K3 എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടി ജസ്റ്റ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 0 to 2 years ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ആ 0 to 2 years വെച്ചുമ്പോൾ അവർ എക്സ്പീരിയൻസ് എന്തായിരിക്കും? ത്രൂ മോട്ടോർ എബിലിറ്റീസിലൂടെ അല്ലെങ്കിൽ ത്രൂ സെൻസറി എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടാവുക അല്ല. അവർ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് തൊട്ടിട്ടും ടച്ച് ചെയ്തിട്ടും ഒക്കെയാണ് അല്ലേ. അപ്പോൾ സെൻസറി എക്സ്പീരിയൻസിലൂടെ ത്രൂ ദ സെൻസ് ഓർഗൻസിലൂടെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരുടെ മോട്ടോർ എബിലിറ്റീസിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ അവർ അറിയുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ വരുന്ന മെയിനായിട്ട് വരുന്ന ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഏതൊക്കെ സ്റ്റേജിലാണ് എന്നുള്ള കാര്യം മെയിനായിട്ട് ഓർത്ത് വെക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 monthന്
താഴെ ഉള്ള ഒരു കുട്ടികളാണ് വിചാരിക്കുക. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രത്യേകിച്ച് ഓർമ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കത്തൊന്നുമില്ല അല്ല. അപ്പോൾ ആ കുട്ടിയുടെ കൺവെർട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഒരു വസ്തു മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൻഡിൽ ആ സാധനം പോയി. അതായത് വാട്ട് ഈസ് ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്യുവർലി ഔട്ട് ഓഫ് മൈൻഡ് ആയിരിക്കും. അതായത് ആ കുട്ടിയുടെ കൺവെർട്ടിൽ നിന്ന് എന്തെങ്കിലും വസ്തു വെച്ചിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടി അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാറില്ല. പിന്നെ വേറെ എന്തെങ്കിലും സാധനം കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും അല്ലേ. പിന്നെ അങ്ങനെ അതായത് ഈ ഒബ്ജക്ട്സ് എല്ലാം പെർമനൻ്റ് ആണ് എന്നുള്ള സംഭവം കുട്ടിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് ഈ 8 months ബിലോ. ഏകദേശമാണ് പറയുന്നത് 8 months ബിലോ എന്നൊക്കെ പറയുന്നത്. എന്നാലും ഒരു 8 മാസത്തിന് മുകളിൽ അല്ലെങ്കിൽ 1 വയസ്സ് ഒക്കെ കഴിഞ്ഞ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുട്ടിക്ക് ഒരു ടെഡി ബിയറോ എന്തെങ്കിലും കാണിച്ചിട്ട് വിചാരിക്കുക. പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ കൊച്ചതൊന്ന് അന്വേഷിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാപ്പബിലിറ്റി കുട്ടികൾക്ക് വരും അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ആ കുട്ടി മനസ്സിലാക്കുകയാണ് ഈ ഒബ്ജക്ട്സ് എല്ലാം എന്താണ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ദേ ആർ ഹിഡൻ ഫ്രം ദ വ്യൂ. നമ്മുടെ ആ കുട്ടിയുടെ വ്യൂവിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ ആയി കഴിഞ്ഞാൽ പോലും ആ സംഭവം ഉണ്ടെന്നുള്ള കാര്യം കുട്ടി മനസ്സിലാക്കുന്നതാണ് അല്ലേ. ആ ഒരു കാപ്പബിലിറ്റി വരുന്നതാണ്. അതായത് അതിന് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിവ് കുട്ടി ഏകദേശം ഒരു 8 month ഏകദേശം ഒരു മന്താണ് പറയുന്നത്. നമുക്കറിയാം ഡിപ്പെൻഡ്സ് അപ്പോൾ കുട്ടികളെ ആ ഒരു ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് ചെയ്തും. കാരണം കുട്ടികൾ പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒരേ ഗ്രോത്തിലുണ്ടാവും. ഏകദേശമാണ് പറയുന്നത് 8 month എബോ അല്ലെങ്കിൽ 1 വയസ്സ് അല്ലെങ്കിൽ 10 മാസത്തിൽ 1 വയസ്സിന് മേളിലെ കുട്ടി മിക്കവാറും എന്തെങ്കിലും സാധനം വെച്ച് നമ്മൾ കളിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കുട്ടി ചോദിക്കുക, കുട്ടി കാര്യം അതവിടെ അന്വേഷിച്ച് പിടിച്ച് നടക്കും അല്ലേ. അപ്പോൾ ഈവൻ നമ്മൾ ആ സംഭവം കണ്ടില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ സൈറ്റിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൺവെർട്ടിൽ നിന്ന് മാറ്റി വെച്ചാൽ പോലും ആ സാധനം ഉണ്ട് എന്ന് വിചാരിച്ചാൽ കുട്ടിയെക്കുറിച്ച് തെരയും അല്ലേ. അപ്പോൾ അതെന്താണ് ആ ഒരു സംഭവം എല്ലാ ഒബ്ജക്ട്സ് എല്ലാം പെർമനൻ്റ് ആണ് എന്നുള്ള കാര്യം ആ കുട്ടി റിയലൈസ് ചെയ്യുവാണ്. ആ ഒരു കാപ്പബിലിറ്റി വരുവാണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കുട്ടിക്ക് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പറയുന്നത് ഒരു 8 month എബോ ആയിട്ടൊക്കെയാണ് കൂടുതൽ ടെക്സ്റ്റ് ബുക്കിലും കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ചോദിക്കാറ് മിക്കവാറും ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത് ഏത് സ്റ്റേജിലാണ് എന്നാണ് കൂടുതലും ചോദിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ K3യിലും പഠിച്ചതാണ്. ഒത്തിരി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് ഇപ്പോൾ എല്ലാം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1 hour ക്ലാസ് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ബേസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഇതിൽ പറയുന്നത്, എക്സ്ട്രാ പോയിൻറ്റ്സുകൾ. അപ്പോൾ ഞാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, അത് നിങ്ങൾ കാണും കേട്ടോ. നമ്മൾ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ K3 ലെവലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ക്ലാസ്സാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. അത് 2 to 7 years ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന കാര്യം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് വരുന്നത് 2 to 7 years ആ ഒരു സമയത്താണ്. ദെൻ ഇവരെ റെപ്രസെൻറ്റേഷൻ തോട്ടാണ്. കുട്ടികൾ മറ്റുള്ളവരെ കണ്ട് അനുകരിക്കണം, അതുപോലെ തന്നെ ഒരു വസ്തുവിന് മറ്റൊന്നായിട്ടൊക്കെ സങ്കല്പിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു സമയമാണ്. ദെൻ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, ഇവർ റീസണിങ് സ്കിൽ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടു പെർട്ടിക്കുലർ എന്നൊരു രീതിയിലായിരിക്കും. അതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ ഈഗോ സെൻട്രിസം, അതായത് ഈഗോ സെൻട്രിക് ആയിരിക്കും. അവർക്ക് അവരുടെ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവരെങ്ങനെയാണ് ലോകത്തിനെ കാണുന്നത് അതുതന്നെയാണ് അവരുടെ ലോകം, അല്ലെങ്കിൽ മറ്റുള്ളവരും അതുപോലെ തന്നെ കാണുന്നു എന്നൊരു ചിന്ത. നമുക്കറിയാം 2 to 7 years കുട്ടിയാണ്. സോ ആ കുട്ടിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തൻ്റെ കണ്ണിലൂടെ കാണുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഈഗോ സെൻട്രിക് ആയിട്ടൊരു തോട്ട് തന്നെയായിരിക്കും അവർക്കുള്ള ഉണ്ടാവുക. ദെൻ അനിമിസ്റ്റിക് തിങ്കിങ് ആണ്. അനിമിസ്റ്റിക് തിങ്കിങ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാ വസ്തുക്കളും ജീവനുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികൾ കുട്ടീനെയൊക്കെ വെച്ച് കളിപ്പിക്കില്ല. അപ്പോൾ അവർ പാവ താഴെ വീണ് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. കല്ല് തട്ടി കുട്ടികൾ വീണ് വെച്ച് കഴിഞ്ഞാൽ കല്ലിനെ പിടിച്ച് അടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തിങ്കിങ് ആണ് കേട്ടോ അനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വസ്തുക്കളും ജീവനുള്ളത് എന്നുള്ള ഒരു തോട്ട് വരുന്ന ഒരു സമയമാണ് കേട്ടോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ദെൻ ആർട്ടിഫിഷ്യലിസം എന്ന് പറയുമ്പോൾ ചുറ്റുപാടുള്ളതെല്ലാം മാൻമെയ്ഡ് ആണ് എന്നുള്ള ചിന്തയാണ് ആർട്ടിഫിഷ്യലിസം മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഫിനോമിനയായ നമ്മുടെ ഈ മഴ, ഇടി, ഇതൊക്കെ എന്താണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മനുഷ്യൻ ഡിസൈൻ ചെയ്തതാണ് എന്നൊരു ചിന്ത വരുന്നതാണ് ഈ ആർട്ടിഫിഷ്യലിസം എന്ന് പറയുന്നത്. ദെൻ ഇറിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്. അപ്പോൾ നമ്മൾ ഇറിവേഴ്സിബിലിറ്റി ഓഫ് ഒരു ദിശയിലേക്ക് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ. കാരണം തിരിച്ചും മറിച്ചൊന്നും ചോദിച്ചാൽ അവർക്കറിയാം 2 to 7 years ആണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 years ആ ഒരു ടൈം, അല്ലെങ്കിൽ നമ്മൾ LKG UKG ഒരു കുട്ടിയെ നമുക്ക് വേഗം 2+3 ചോദിക്കഴിഞ്ഞാൽ വേഗം 2ഉം 3ഉം 5 എന്ന് പറയും. അതേസമയം 3+2 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും കൗണ്ട് ചെയ്യാൻ നിൽക്കും. കാരണം അവർ തിരിച്ചും മറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ച് പറയാൻ നിൽക്കത്തില്ല, പിന്നെയും എഗെയിൻ കൗണ്ട് ചെയ്യാൻ നിൽക്കും. ദാറ്റ് മീൻസ് തിരിച്ചു മറിച്ചൊന്നും ചിന്തിക്കാനുള്ള ആ ഒരു കാപ്പബിലിറ്റി, ആ ഒരു കഴിവൊന്നും ഇല്ലാത്തൊരു സമയമാണ് 2 to 7 years ആ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അടുത്ത് നോക്കുക, അടുത്ത കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. അത് 7 to 11 years ആണ്. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ചും കൂടി തിങ്കിങ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവും. ദെൻ കൺസർവേഷൻ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 രൂപയുടെ ജ്യൂസ് വാങ്ങിയിട്ട്
2 കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ഗ്ലാസ് കുറച്ച് നല്ല ആഴമുള്ളതാണ്, മറ്റൊരു കുട്ടിയുടെ ഗ്ലാസ് അധികം ആഴമില്ല, കുറച്ച് നീളത്തിലുള്ള ഗ്ലാസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഫുള്ളായിട്ട് നിറയും, ഒരു കുട്ടിയുടെ എന്താ ആഴമുള്ള ഗ്ലാസ്സിൽ അങ്ങനെ ഫുള്ളായി നിറയത്തില്ല. പക്ഷേ ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും ഈ രണ്ടിലും എന്താണ് സെയിം എമൗണ്ട് ഓഫ് ജ്യൂസാണ് ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ എന്താണ് ആ ഗ്ലാസിൻ്റെ സൈസ് മാറുന്നത് കൊണ്ടാണ് എന്നാൽ ഒന്നിൽ ഫുള്ളായിരിക്കുന്നത് വേറെ ഒന്നിൽ ഫുള്ളായിട്ട് ഇല്ല എന്ന് പറയുന്നത്. അത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിക്ക് അത് ആ ഒരു കൺസർവേഷൻ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളാണ്, അത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേസമയം ഇത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? നോക്കി എൻ്റെ ഈ ഒരു ഗ്ലാസ്സിൽ നോക്കുക അവൻ എനിക്ക് മാത്രം എന്ത് കൊടുത്തു? ഫുള്ള് ജ്യൂസ്, എനിക്ക് മാത്രം കുറച്ച് ജ്യൂസ് എന്ന് പറയും. കാരണം എന്താണ് സംഭവം? അത് ജ്യൂസ് അല്ല, കുറച്ച് ആ ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷനാണ്. സോ അത് മനസ്സിലാവുന്നുള്ള കാപ്പബിലിറ്റി ഈ പറഞ്ഞ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടാവത്തില്ല. അതേസമയം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആകുമ്പോൾ അവിടെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ അല്ല, കൺസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈസും ഷേപ്പും എല്ലാം തന്നെ അവർ മനസ്സിലാക്കാനുള്ള കാപ്പബിലിറ്റി ഈ ഒരു ടൈമിലുണ്ടാവും. ദെൻ സീരിയലൈസേഷൻ കാര്യങ്ങൾ സീരീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവും. ദെൻ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചിന്തിക്കാനുള്ളത് എന്താണ് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലും ബന്ധങ്ങളായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ തിരിച്ചും മറിച്ചൊക്കെ റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട് ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? 12 to 15 ഇയേഴ്സും അഡോളസൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ലോജിക്കലായിട്ടുള്ള തിങ്ക് ചെയ്യാനുള്ള കഴിവ്, ഒന്നിൽ പഠിച്ച കാര്യം വേറെ ഒന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ട്രാൻസ്ഫർ ഓഫ് നോളേജിനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവും. സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവും. ദെൻ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഹൈപ്പോത്തസിസ് വെച്ച് എന്തെങ്കിലും ഊഹം വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ജനറൽ റൂൾസോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ആ ഒരു റീസണിങ് സ്കിൽസ് ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് സ്കിൽസ് എല്ലാം ഉണ്ടാവും. അതൊരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെയാണല്ലോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും നമ്മൾ ഈ ഒരു മെത്തഡോളജി പാർട്ട് നമ്മുടെ സൈക്കോളജിയിൽ അത്ര നമ്മൾ K3 സൈക്കോളജി അത്ര ഡീപ്പായി ഇതിൽ പോകേണ്ട കാര്യമില്ല. മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം, കാരണം നമുക്ക് 5 മാർക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോരോ തിയറീസിലും വരുന്ന മെയിനായിട്ട് വരുന്ന ഏതൊക്കെ എവിടെയൊക്കെ വരും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓരോന്നും ഞാൻ സ്പെഷ്യലായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനിഷനും തരാത്തതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. കാരണം K3 നമ്മൾ ഒത്തിരി പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് അധികം ഡീപ്പായിട്ട് ഇതിൻ്റെ നോട്ട്സ് തരാഞ്ഞ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഞാൻ അന്നേരം കുറച്ചും കൂടി അതിൻ്റെ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 4 എണ്ണമാണ്. ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ പിയാഷയുടെ എല്ലാ തിയറീസും അതിൽ വരുന്ന കാര്യങ്ങളും പഠിച്ചു. ഇനി നമ്മുടെ ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ നമ്മുടെ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ടീച്ചർ എന്ന നിലയ്ക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ പോയിന്റ് പഠിച്ചാലും മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കുക, കൺസിഡർ ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്പ്. അപ്പോൾ കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് കൺസിഡർ ചെയ്യണം. എന്താ കാരണം? എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഷുഡ് ബി ഡിസൈൻ ടു കറസ്പോണ്ട് പിയാഷെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എല്ലാം എങ്ങനെയായിരിക്കണം? പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈൽഡ് ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷൻസ്, ഒരു കുട്ടി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. സോ അത് ആ രീതിക്ക് വേണം ആ കുട്ടിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെല്ലാം ചെയ്യും കൊടുക്കാൻ. should not be taught abstract concepts and should be given concrete aids such as tokens to count with. അപ്പോൾ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടിക്ക് എന്താണ് ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് സെൻസറി മോട്ടോർ സ്റ്റേജിലുള്ള കുട്ടിക്കാണെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഹയർ ലെവൽസിൽ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ലെവലുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൊടുക്കാൻ അല്ലേ. അപ്പോൾ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അവർ കാര്യം കോൺക്രീറ്റ് ആയിട്ടുള്ള അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. സോ അതുകൊണ്ടാണ് പിയാഷയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ കൺസിഡർ ചെയ്യണം ഒരു എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മുടെ മൈൻഡിൽ വേണമെന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്? പ്രൊവൈഡ് കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് ബിഫോർ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അബ്സ്ട്രാക്ട് കൺസെപ്റ്റിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം. എസ്പെഷ്യലി ഫോർ യങ്ങർ ചിൽഡ്രൻ എൻഷുർ ദാറ്റ് ഹാവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് കൺസെപ്റ്റ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് മോർ അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റേഷൻ. അപ്പം
കുട്ടികൾക്ക് എപ്പോഴും എന്താണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിനെന്തിനു മുമ്പ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് മോർ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റ് മോർ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കുറച്ചും കൂടി ഹയർ ലെവലുള്ള കാര്യങ്ങൾ മുമ്പ് എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ പ്രൊവൈഡ് ചാലഞ്ചസ് that promote growth without causing frustrations. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് devising situations that present useful problems and create disequilibrium in the child. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊരു കാര്യം എഡ്യൂക്കേഷണൽ ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും കുട്ടികൾ അത് ഫ്രസ്ട്രേഷൻസ് ആകാതെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് നടക്കുന്നത് എപ്പോഴാണ്? കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഇക്വിലിബ്രേഷൻ നടക്കുമ്പോഴാണ് അല്ലേ. അതേസമയം അവിടെ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ അതായത് ഇക്വിലിബ്രേഷൻ നടന്നില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഡിസ്ഇക്വിലിബ്രിയം ആവും ഉണ്ടാവുക. ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിക്കുകയാണ്? കുട്ടി കറക്റ്റായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ ചലഞ്ചസ് എന്താണ്? പ്രൊവൈഡ് ചാലഞ്ചസ് ദാറ്റ് പ്രൊമോട്ട് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് അങ്ങനെയൊക്കെ കൊടുക്കാം. അതേസമയത്ത് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ആവരുത് എന്ന കാര്യം ശ്രദ്ധിക്കണം. ദെൻ ഫോക്കസ് ഓൺ ദ പ്രോസസ് ഓഫ് ലേണിംഗ് റാദർ ദാൻ ദ എൻഡ് പ്രോഡക്റ്റ്. അപ്പോൾ ലേണിംഗ് ആ ഒരു പ്രോസസ്സിനെ ഫോക്കസ് ചെയ്യണം. പകരം എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. പകരം എന്താണ്? പ്രോസസ് ഓഫ് ലേണിംഗ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ചെക്കിംഗ് if the children have the right answer, the teacher should focus on the students understanding and the processes that they use to arrive at the answer. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടി കറക്റ്റായി ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്ന മുമ്പായിട്ട് ആ കുട്ടിക്ക് അത് കറക്റ്റായി മനസ്സിലായോ, കുട്ടിയുടെ നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടി കറക്റ്റായത് മനസ്സിലായോ എന്നുള്ള കാര്യം നന്നായിട്ട് ചെക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ചെക്കിങ് ഇഫ് ദ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ആൻസർ, അപ്പോൾ കുട്ടി കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത മുമ്പ് ദ ടീച്ചർ ഷുഡ് ഫോക്കസ് ഓൺ ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ്, കുട്ടി എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് ദ പ്രോസസ്സ് ദാറ്റ് യൂസ് ടു അറൈവ് അറ്റ് ദ ആൻസറിലേക്ക് എത്തിയത് എങ്ങനെ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഫൈനൽ ആൻസറിലോട്ട് അല്ലെങ്കിൽ ഫൈനൽ എൻഡ് പ്രോഡക്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ദെൻ എൻകറേജ് ആക്റ്റീവ് ലേണിംഗ്. അപ്പോൾ ആക്റ്റീവ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുക. കാരണം എന്താണ്? ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കുട്ടികൾ എന്താണ്? ആക്റ്റീവ് ആണ് അല്ലെ, ആക്റ്റീവ് ആവണം. അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറും എന്തായിരിക്കണം? നല്ല രീതിയിൽ കുട്ടികളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന. സോ ലേണിംഗ് മസ്റ്റ് ബി ആക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് ആക്റ്റീവ് ആണ്. ദെൻ ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ് ടു ഡിസ്കവർ ഫോർ ദംസെൽഫ് ആൻഡ് ടു ഇൻറ്ററാക്ട് വിത്ത് ദ മെറ്റീരിയൽ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഗിവൻ റെഡിമെയ്ഡ് നോളജ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചുമ്മാ ഒന്ന് സ്പൂൺ ഫീഡിങ് ഒന്നും പറയുന്നില്ല. കാരണം എന്നാൽ കുട്ടികൾ അവർ കണ്ടെത്താൻ, അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, അവർ സ്വന്തമായിട്ടും ഡിസ്കവർ ചെയ്ത് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഇദ്ദേഹത്തിനുമുള്ളത് കേട്ടോ. സോ യൂസിങ് ആക്റ്റീവ് മെത്തേഡ്സ് that require rediscovering and reconstructing tools. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇദ്ദേഹം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റഡ് ടീച്ചിങ്, അഡാപ്റ്റ് ലെസൺസ് ടു സൂട്ട് ദ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ചൈൽഡ്. അപ്പോൾ ഇതൊരു നീഡ് ബേസ്ഡ് ആയിരിക്കണം നമ്മളുടെ ഒരു ടീച്ചിങ് ആണ് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റ് ലെസൺസ് ടു സൂട്ട് ദ നീഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ചൈൽഡ്. ഓരോ ഇൻഡിവിജ്വൽ ചൈൽഡിൻ്റെ നീഡിനനുസരിച്ച് വേണം ലെസൺസ് അല്ലെങ്കിൽ കാര്യങ്ങളും ചൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഒബ്സർവ് ചൈൽഡ്സ് എബിലിറ്റി ടു ക്ലാസിഫൈ ഒബ്ജക്ട്സ് ബൈ കളർ, ഷേപ്പ് ആൻഡ് സൈസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ കഴിവ് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് കളറിലെയും ഷേപ്പിൻ്റെയും സൈസിൻ്റെയും ബേസിക്കലി ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. ഇഫ് ദേ ക്യാൻ ഈസിലി സോർട്ട് ബൈ വൺ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ആ കുട്ടി കറക്റ്റായിട്ട് കളറോ അല്ലെങ്കിൽ ഷേപ്പ് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് സോർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ അതേസമയം വേറെ എന്തെങ്കിലും ചെയ്ത സമയത്ത് ഷേപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൈസുമായിട്ട് ഏതെങ്കിലും കറക്റ്റായി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിചാരിക്കുക. Tailor future activities to gradually increase complexity such as sorting buttons first by color then by കളർ ആൻഡ് സൈസ് ടുഗദർ. അപ്പോൾ അതായത് അതിനുശേഷം അപ്പോൾ കുട്ടിക്ക് ഏത് ചെയ്യാനാവോ ബുദ്ധിമുട്ട് അത് 1 by 1 ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഇതിലേക്ക് എത്തിക്കുക എന്ന രീതി. ദാറ്റ് മീൻസ് കുട്ടികളുടെ നീഡ്, അപ്പോൾ കുട്ടികൾക്ക് ഏതിലാണോ പോരായ്മ ഉണ്ടാവുക അതനുസരിച്ചിട്ട് വേണം ഓരോരോ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 by 1 ആയിട്ട് അതിൻ്റെ കോംപ്ലക്സിറ്റി 1 by 1
കൂട്ടിയിട്ട് ബാക്കി അങ്ങനെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ കുട്ടികളെ ശ്രദ്ധിച്ച് കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് കുട്ടികളുടെ നീഡിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ദ സ്പോണ്ടേനിയസ് റിസർച്ച് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ഇദ്ദേഹം കുട്ടികളെ ഒരു ലിറ്റിൽ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിസർച്ച് അല്ലെങ്കിൽ അവർക്ക് വെറൈറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യിപ്പിക്കാൻ ഇദ്ദേഹം പറയുന്നത്. അതായത് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഫോർ ചിൽഡ്രൻ ടു എക്സ്പ്ലോർ ടോപ്പിക് ഓഫ് ദയർ ഓൺ ഇൻട്രസ്റ്റ്, എൻകറേജിങ് ദെയർ നാച്ചുറൽ ക്യൂരിയോസിറ്റി ആൻഡ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. അവർ സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിന് ആസ് എ ടീച്ചർ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ നാച്ചുറൽ ക്യൂരിയോസിറ്റി എൻകറേജ് ചെയ്യിപ്പിക്കണം. അവരെ ഇൻട്രസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഇതിന് ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ ഒരു വണ്ടർ വാൾ, അതായത് ഒരു ചാർട്ട് എന്തെങ്കിലും തൂക്കാം. അതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ടെങ്കിൽ അവിടെ ആ ടോപ്പിക്കിൽ കുട്ടികൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ വണ്ടർ വാളിൽ എഴുതാം. അപ്പോൾ എഴുതി കഴിച്ചിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്ത് അവർ ജസ്റ്റ് കുറേ ഒരു ടോപ്പിക്കുമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് കുറച്ചും കൂടി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്ന രീതിയിലൊക്കെ ഒരു സംഭവമൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ക്രിയേറ്റ് എ വണ്ടർ വാൾ ഇൻ ദ ക്ലാസ് റൂം വെർ ചിൽഡ്രൻ ക്യാൻ പോസ്റ്റ് ക്വസ്റ്റ്യൻസ് എബൌട്ട് ടോപ്പിക്സ് ദാറ്റ് ഇൻട്രസ്റ്റ് ദം. അവർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന ടോപ്പിക്സ് അവിടെ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ എക്സ്ട്രാ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു 8 പോയിൻറ്റ്സ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കിയാലും മതി. അതാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെയുടെ തിയറിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പിയാഷെയുടെ തിയറി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടുക, കാണുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കീപ് വാച്ചിങ്. താങ്ക് യു.